ആലോ മച്ചന്മാരെ, എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ? പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും വീട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും പല സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ഒരു വീട് പണിയെടുക്കുമ്പോൾ പല രീതിയിലുള്ള സംശയങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ സിമെൻറ്റ് കട്ടിൽ വെച്ചാൽ എന്താ സ്ഥിതിയുള്ളത്? പല ആൾക്കാർക്കും പല രീതിയിലുള്ള സംശയങ്ങൾ. ഇപ്പോൾ നമ്മൾ മരം ആക്കിയാൽ പോലെ മരം ആക്കിയാൽ വൃത്തിയാവല്ലേ? ചില ആൾക്ക് സിമെൻറ്റ് എന്താ, സിമെൻറ്റ് വീണില്ലെങ്കിൽ അത് പൊട്ടിപ്പോയില്ലേ, വിജാഗിരി പോവോ, ഇല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ പോയി ഇടിച്ചിട്ടുണ്ടെങ്കിൽ തല പൊട്ടിപ്പോവോ? ഇങ്ങനത്തെ പല പല ഡൗട്ടുകളാണ് പല വീട്ടുകാർക്കും ഉണ്ടായി. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ബെറ്റർ എന്താ അറിയോ? ഈ സിമെൻറ്റിൻ്റെ കട്ടിലാണ്. സിമെൻറ്റിൻ്റെ ജനലക്കെട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ, അതിനെ നമുക്ക് അത് ഇവിടെ ഉള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് നേരെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്ന സാധനമാണോ നോക്കണം. ഉണ്ടാക്കി കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ വെള്ളത്തിലേക്ക് ഈ സാധനം ഇറക്കി വെക്കുകയാണെങ്കിൽ അതിന് ഭയങ്കര ഉറപ്പായിരിക്കും. ഒരു പേടിയും പേടിക്കണം, 100% നമുക്കത് വാങ്ങാം. ചില സ്ഥലങ്ങളിൽ ചെറിയ കുളം ഉണ്ടാവുക, ഒരു ബക്കറ്റ് വെള്ളം മുക്കി കൊണ്ടുപോയിങ്ങാണ്ട് മെല്ലെ പാർന്നെടുക്കുക ചെയ്യുക. അതിന് ഉറപ്പുണ്ടാവില്ല. ആ ഒരു സാധനത്തിന് ഉറപ്പുണ്ടാവില്ല. ഇന്നിതാ ഫുള്ള് പണികളും കാര്യങ്ങളും കഴിഞ്ഞ് അച്ച് തട്ടിങ്ങാട്ട് എന്ത് ചെയ്യും, നേരെ ഒരു കൊണ്ടുപോയിങ്ങാട്ട് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. നേരെ വെള്ളത്തിൽ ഇറക്കി വെച്ചിങ്ങാട്ട് അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് എടുക്കുക. 2 ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഉറപ്പായി. കാരണം സാധാരണ നമ്മൾ കോൺക്രീറ്റിനും തേപ്പിനും ഒക്കെ കൂട്ടുന്ന രീതിയിലുള്ള സിമെൻറ്റുകളല്ല ഇതിൽ കൂട്ടൽ. ഇത് ലേശം സ്ട്രോങ് ആക്കും, ലേശം കടുപ്പത്തിലുള്ള സിമെൻറ്റാണ് ഇതിൽ കൊടുക്കുക. അതുകൊണ്ട് എന്താ പറയുക, ഇത് പൊട്ടൂല, നല്ല സ്ട്രോങ്ങിൽ നിൽക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഫിനിഷിംഗ് ആയിരിക്കും. ഇത് കാണാൻ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. ഇതിനെ സംബന്ധിച്ച് നോക്കും, മരം എന്ത് മരമാണെങ്കിലും ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് മരം ചതിൽ പിടിച്ച് പോകും. ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങളിപ്പോൾ മാറ്റി വെക്കുന്നുണ്ട്. ഈ ജനലക്കെട്ടിലും വാതിൽക്കെട്ടിലൊക്കെ ചതിൽ പിടിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എന്ത് ഇതടിച്ചിട്ടും കാര്യമില്ല. ഇപ്പം പുതിയ സിസ്റ്റമൊക്കെ വന്നല്ലോ. ഇപ്പോൾ പടവ് ചെയ്യുന്ന സമയത്ത് ബെൽറ്റിൻ്റെ മുകളിൽ കെമിക്കൽ അടിക്കുക. എന്ത് കെമിക്കൽ അടിച്ചിട്ടും കാര്യമില്ല. എന്തായാലും ഒരു ടൈം കഴിഞ്ഞാൽ അത് കുത്തും. അത് എങ്ങനെയാണ് കുത്തുന്നത് നമുക്കറിയില്ല, പക്ഷെ എങ്ങനെയാലും അത് കുത്തും. അതാണ് അതിൻ്റെ സ്ഥിതിയിൽ. ഇതിനെ കണ്ട നല്ലതാണ്. ഇതിൽ ഉപയോഗിക്കുന്ന സിമെൻറ്റ് കണ്ടില്ല നിങ്ങൾ, നല്ല രാംകോൻ്റെ നല്ല സിമെൻറ്റാണ്. രാംകോൻ്റെ സൂപ്പർ ഫാസ്റ്റ് സിമെൻറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ സിമെൻറ്റ് നമ്മൾ ഒന്നിനും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത് ഇവർക്കൊക്കെ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടൊക്കെ സിമെൻറ്റുകൾ തന്നെയാണ്. ഈ സിമെൻറ്റ് കട്ട ഉണ്ടാക്കുന്നിടത്ത്, വാതിൽ കട്ടിൽ ഉണ്ടാക്കുന്നിടത്ത്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പറ്റിയ സിമെൻറ്റുകളാണ് ഇതൊക്കെ. ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ ലേശം സ്ട്രോങ് കൂടുതലായിരിക്കും ഇത്. കാരണം എന്താ, എല്ലാ സംഗതിയും കണ്ട 3 ഇഞ്ചിൻ്റെ കട്ട വരെ പണ്ടൊക്കെ നല്ല കോൺക്രീറ്റ് കുഴച്ചുണ്ടാക്കിയ സാധനമാണിത്. ആദ്യമൊക്കെ ഇത് മണ്ണുകൊണ്ട് ചൂളൊക്കെ വെച്ചുണ്ടാക്കിയ ചെയ്യൽ, മണ്ണിന് ചുടിപ്പോൾ ഫുള്ള് എന്താ കോൺക്രീറ്റിൻ്റെതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ സിമെൻറ്റിൻ്റെ ഈ സാധനങ്ങളാകുമ്പോഴുള്ള പ്രത്യേകത എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതിനെ ഏത് രീതിയിലേക്ക് കൊണ്ടുവരാം. നമുക്കത് തേക്കാക്കണമെങ്കിൽ തേക്കിൻ്റെ പെയിൻ്റ് അടിക്കുക, അത് നമുക്ക് പ്ലാവ് ആക്കണമെങ്കിൽ പ്ലാവിൻ്റെ പെയിൻ്റ് അടിക്കുക. ഏത് മോഡലിലേക്ക് നമ്മൾ അതിനെ മാറ്റിയെടുക്കാം. ഇതിൻ്റെ പ്രത്യേകത അതാണ്. പിന്നെ ഇതിൻ്റെ വിജാഗിരി വീണ് തലപ്പൊട്ട് അതൊന്നുമില്ല. അതൊക്കെ നമുക്ക് തോന്നുകയാണ്. അതൊക്കെ ഫസ്റ്റ് വിപണിയിലേക്ക് ഈ സാധനം ഇറങ്ങുമ്പോൾ എല്ലാവർക്കുള്ള ഡൗട്ടുകൾ. ഇപ്പോൾ ഒരാൾക്കും ഒരു ഡൗട്ടുമില്ല. ഏത് മുതലാളിമാരെ വീട്ടിൽ പോയാലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വിഷയം ഇതാണ്. ഇതാവുമ്പോൾ എന്താ അറിയോ, നമുക്ക് മരണം വരെ പിന്നെ ആ ഭാഗം ഒന്നും മെയിൻ ചെയ്യേണ്ട, അതവിടെ കടന്നു പോകും. അതേപോലെ തന്നെയാണ് ഈ സംഗതി ഉണ്ടോ. ഇത് ഷോക്കേസിൻ്റെ ഒരു മോഡലാണ്. ഈ ഷോക്കേസിൻ്റെ മോഡലൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് സംഗതി റെഡിമെയ്ഡ് കിട്ടും. ഒന്നും ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ടതില്ല. ഏത് സംഗതി പോയി കഴിഞ്ഞാലും റെഡിമെയ്ഡ് നമ്മൾ വാങ്ങാൻ കിട്ടും. കണ്ടോ, ഏത് രീതിയിലുള്ള ഷോക്കേസ് നമുക്ക് കിട്ടും, അലമാറകൾ നമുക്ക് കിട്ടും. ഇതാവുമ്പം 1200 രൂപ നമുക്ക് ഷോപ്പിൽ കൊടുത്താൽ ഇതിൻ്റെ കടപ്പ കാര്യങ്ങൾ മൊത്തം നമുക്ക് കിട്ടും. നമ്മൾ ബോർഡ് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള സെൻട്രിങ്ങിലുള്ള കൂലി, കമ്പി, പീസാൻഡ്, ബോർഡ് ഒട്ടിക്കാനുള്ള ഇത് പൂപ്പോട്, ഇത് ഫുള്ള് വാങ്ങി വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും. ഇപ്പോഴത്തെ കാലത്ത് ഒന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് വിപണിയിൽ തന്നെ
റെഡിമെയ്ഡ് സാധനം കിട്ടുമ്പോൾ ഏറ്റവും നല്ലതാണ്. ഉണ്ട് ഈ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കാല് കുഴിച്ചിടാനും അതും ഇത് ഏറ്റവും ബെറ്ററാണ്. മരം തിരഞ്ഞ് നടക്കേണ്ട, ഇതൊക്കെ തന്നെ കലാകാലം കിടക്കവിടെ, ഒരു പേടിയും പേടിക്കണ്ട. ഇനി ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഒഴിവാക്കി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം, തൊട്ട് ഊരി കാട്ടി നമുക്ക് കൊണ്ടുപോയി വേറെ സെറ്റ് ചെയ്യാം. ഒരു പേടിയും പേടിക്കും. മരം ഒക്കെ ആകുമ്പോൾ വെച്ചിട്ട് നമ്മൾ കവുങ്ങൊക്കെ എടുക്കുമ്പോൾ കവുങ്ങൊക്കെ നമുക്ക് 2 കൊല്ലോ അല്ലെങ്കിൽ ഒരു 1.5 കൊല്ലം കഴിയുമ്പോൾ അത് കേടുന്നു. അതേപോലെ തന്നെയാണ് ഇതും. ഇത് നമ്മൾ പടവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൗണ്ട് വെക്കല്ലേ, അതിനുള്ള സാധനമാണിത്. ഈ സാധനം നമ്മൾ ഇതിന് ബദൽ നമ്മൾ ആദ്യം ടയർ കൊണ്ടുവന്ന് വെച്ചിങ്ങാട്ട് റൗണ്ടിൽ പടവ് ചെയ്തുണ്ടാക്കില്ലെങ്കിൽ ഇപ്പോൾ ഒരു വിഷയമില്ല. ഈ സാധനമാണ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് പടവ് ചെയ്താണ്ടല്ലോ ഇതവിടെ കടന്നു പോകും. പിന്നെ അത് നമ്മൾ ഗ്ലാസും കാര്യങ്ങളും വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുത്ത് ഏത് ഡിസൈനാക്കി നമുക്ക് എടുക്കാം. ഓക്കെ, വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.